ഗൈസ്, നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത് എയർ ഡ്രൈ ക്ലേ ആണ്. നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മൾ സെയിം ക്ലേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കുക്കിംഗ് മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മൈക്രോ ഓവനിലാണ് നമ്മൾ ഇന്ന് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കുറേ പേർക്ക് എങ്ങനെയാണ് ക്ലേ ഉണ്ടാക്കുന്നതും അതിൻ്റെ മെത്തേഡ്സും അതിൻ്റെ റോ മെറ്റീരിയൽസ് എന്താണെന്നൊക്കെ കുറേ പേർക്ക് അറിയാം. എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ രണ്ടാമതും ഒരു വീഡിയോ കൂടി ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ കുക്കിംഗ് മെത്തേഡ് അല്ല, നമ്മളിന്ന് മൈക്രോ ഓവനിലായിരിക്കും നമ്മളിന്ന് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. ഇങ്ങനത്തെ ബൗളില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ബൗൾ ആണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും ഓർമ്മിപ്പിച്ചതാണ്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട വേറെ റോ മെറ്റീരിയൽസ് ഏതാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. നെക്സ്റ്റ് എടുക്കുന്നത് ഈ ഒരു ഫെവിക്കോൾ ആണ്. ഞാനിവിടെ 100 രൂപയുടെ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ സിന്തറ്റിക് വിനേഗർ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയും വലിയ ബോട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറിയൊരു എമൗണ്ട് ഓഫ് വിനേഗർ മാത്രം മതി. പക്ഷെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിച്ചതാണ്. നെക്സ്റ്റ് പിന്നെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഈ ഒരു ഓയിലാണ്. ഇതിപ്പോൾ പാരച്യൂട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു കളർലെസ് ആയിട്ടുള്ള സാധാരണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ അങ്ങനത്തെ ഓയിൽസ് ഒക്കെ എടുക്കാം. ഓയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കളർലെസ് ആയിട്ടുള്ള ഓയിൽസ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 10 രൂപയുടെ ഒരു പാരച്യൂട്ടിൻ്റെ ഈ ഒരു ഓയിലാണ് കേട്ടോ. നെക്സ്റ്റ് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്രിലിക് വൈറ്റ് പെയിന്റ് ആണ്. ഈ ഒരു വൈറ്റ് പെയിന്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്ലേ ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു യെല്ലോ കളറിലേക്ക് ടേൺ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ വൈറ്റ് പെയിന്റ് നമ്മൾ ആഡ് ചെയ്യണത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു സ്പൂണാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള സ്പൂൺസ് ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോൾ അധികം സ്റ്റിക്കി ആയിട്ട് ഇരിക്കത്തില്ല. ഇനി ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എടുക്കുന്നത് നമ്മൾ ഫെവിക്കോൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെവിക്കോൾ മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫെവിക്കോളിൽ നിന്ന് നമുക്കിത് ഇത്രയും ഫെവിക്കോളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് മിക്സ് ചെയ്യേണ്ടത് കോൺഫ്ലോർ ആണ്. ഈ ഒരു ചെറിയൊരു പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 40 റുപ്പീസേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു പാക്കറ്റ് തന്നെ മതി, നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ഓഫ് ക്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുണ്ടോ. ഫെവിക്കോളും കോൺസ്റ്റാർച്ചും നമ്മളിപ്പോഴും 1:1 റേഷ്യോയിലാണ് മിക്സ് ആക്കി കൊടുക്കാൻ. അതുകൊണ്ട് ഒരു ബോട്ടിൽ ഫെവിക്കോൾ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കോൺസ്റ്റാർച്ച് മതിയാവില്ല. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ കോൺസ്റ്റാർച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഈ 2 ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് ലൂസായി പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് എമൗണ്ട് ഓഫ് സ്റ്റാർച്ചും കൂടി ആഡ് ചെയ്യുക, പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് വിനേഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഒരുപാടൊന്നും ആഡ് ചെയ്യേണ്ട, ഈ ഒരു സ്പൂണിൻ്റെ ഹാഫ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. എത്ര വിനേഗറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത്രയും എമൗണ്ട് ഓഫ് ഓയിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരുപാട് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിലേക്കായിരിക്കും നമ്മൾ എത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യണത് കണ്ടിട്ട് എൻ്റെ സിസ്റ്ററിന് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ മിക്സ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വൈറ്റ് ആക്രിലിക് പെയിന്റ് ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലേ ഉണ്ടാക്കി കഴിയുമ്പോൾ യെല്ലോ കളറിലേക്ക് ടേൺ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ വൈറ്റ് പെയിന്റ് ആഡ് ചെയ്യണത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് പോകാം. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ഓവനിലേക്ക് ചെയ്യാനുള്ള കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പൂൺ എടുത്ത് ഇതുപോലെ ഒന്ന് റൗണ്ടിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാർച്ച് ഈ ഒരു റണ്ണിങ് പാറ്റേണിലേക്ക് വന്നാൽ നമ്മുടെ കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ടെന്ന് കേട്ടോ അർത്ഥം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓവനിലേക്ക് വെക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ക്ലേ നമ്മൾ ഓവനിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം ഇൻ്റർവെൽസ് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 30 സെക്കൻഡിൽ വേണം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് 30 സെക്കൻഡ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൽ ഒരു ചെറിയൊരു ലെയർ ആയിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ടൈം നമ്മൾ 30 സെക്കൻഡിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തെ 30 സെക്കൻഡ് നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്ലേൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു ലെയർ ആയിട്ട് വീണ്ടും വിസിബിളായിട്ട് കാണാൻ പറ്റും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മൂന്നാമത് വീണ്ടും 30 സെക്കൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഓരോ ടൈം 30 സെക്കൻഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്ലേ നന്നായിട്ട് കട്ടിയായിട്ട് വരികയും ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ ടോപ്പ് ലെയറിൽ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓരോ 30 സെക്കൻഡ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ പുറത്തോട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് ടൈം ഒന്നും കൂടി 30 സെക്കൻഡിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. മൈക്രോവേവിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ഒക്കെ പലരുടെയും പല രീതിയിലായിരിക്കും, എല്ലാവരുടെയും ഒരേ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ആയിരിക്കില്ല. അപ്പോൾ എനിക്ക് ഇവിടെ 6ാമത്തെ സെറ്റിലായിരുന്നു എനിക്ക് അത്യാവശ്യം ക്ലേ ഒന്ന് സെറ്റായി കിട്ടിയിരുന്നത് കേട്ടോ. ചിലവർക്ക് 4ാമത്തെ 30 സെക്കൻഡിലായിരിക്കും ക്ലേ സെറ്റായി വന്നത്, ചിലർക്ക് 5ാമത്തെ സെറ്റിലായിരിക്കും, എനിക്കൊക്കെ 6ാമത്തേലായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് 7ാമത്തെ 8ാമത്തെ സെറ്റിലായിരിക്കും ക്ലേ അത്യാവശ്യം നന്നായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ സെറ്റായി എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുക്കിംഗ് മെത്തേഡിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്പൂൺ എടുക്കുക,
എടുക്കുമ്പോൾ തന്നെ ക്ലേ നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഫിംഗേഴ്സിൽ വെക്കുമ്പോൾ സ്റ്റിക്കി ആയിരിക്കും, നമ്മുടെ പാമിലേക്ക് വെക്കുമ്പോൾ അത് നോൺ സ്റ്റിക്കി ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് 5ാമത്തെ 6ാമത്തെ 30 സെക്കൻഡിൽ നിങ്ങൾക്ക് ക്ലേ സെറ്റായി വന്നിട്ടില്ലെങ്കിൽ ആരും വിഷമിക്കണ്ട. കാരണം നമ്മുടെ മൈക്രോവേവിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ഓൾറെഡി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോഴും ആ ഒരു ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആരും മറക്കണ്ട കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് 30 സെക്കൻഡ് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ക്ലേ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കുഴയ്ക്കാനുള്ള സമയമായി കേട്ടോ. ഈ ഒരു ക്ലേ കുഴയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ നോർമൽ ട്രേ ആണ്. അതിലേക്ക് ഞാൻ പ്ലാസ്റ്റിക് റാപ്പർ ഒന്ന് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലേ ഒന്ന് കുഴച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ ചൂടോടെ വേണം ഒന്ന് കുഴച്ചു കൊടുക്കാൻ. അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാരൻസിൻ്റെ ഹെൽപ്പ് ഒന്ന് ചോദിക്കാം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതിനിടയ്ക്ക് ഞാൻ കോൺ സ്റ്റാർച്ചും കൂടി ഒന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുകയും ചെയ്യും, നന്നായിട്ടൊന്ന് കുഴയ്ക്കാനും പറ്റുണ്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് ക്ലേ ഉണ്ടാക്കി നോക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ കുക്കിംഗ് മെത്തഡിലാണ് ക്ലേ ഒന്ന് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഈ ഒരു ക്ലേ അത്യാവശ്യം നന്നായിട്ട് വന്നതായിരുന്നു. പക്ഷേ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസായി പോയതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റാർച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിരുന്നു. ടഫ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വലിക്കാനും കുഴയ്ക്കാനൊക്കെ കുറച്ച് ഹാർഡായിരുന്നു. അത് വേറൊന്നല്ല, ഞാനിത് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലൂസായി പോയി എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർച്ചും കൂടി ആഡ് ചെയ്തതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു കട്ട് ചെയ്ത് വന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ടിയർ ഡ്രോപ്പ് ടെസ്റ്റ്. അതിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പ് ആയിട്ട് വരണം. ക്ലേ ഒക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒട്ടും മടി കാണിക്കരുത്. കാരണം നമ്മൾ എത്രത്തോളം അത് കുഴയ്ക്കുന്നോ അത്രത്തോളം അത് സ്മൂത്ത്നെസ് കൂടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒട്ടും മടി കാണിക്കാത്തൊരു സംഭവമായിരിക്കണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഫൈനലായിട്ട് അതിൻ്റെ ടോപ്പ് ലെയറിൽ ഞാൻ ഓയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓയിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ആണെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ടും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ക്ലേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു ക്ലേ വെച്ചിട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ ഒരുപാട് ക്ലേ ചാംസുകളും കീ ചെയിൻസും ഒക്കെ സെറ്റ് ആക്കുന്നതായിരിക്കും. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ നമ്മൾ അപ്പം തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനൊരു 2 ദിവസമെങ്കിലും റെസ്റ്റ് കൊടുക്കണം, എങ്കിലേ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ ക്ലേ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കവർ ചെയ്തിട്ടുള്ള ക്ലേ നമ്മളൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വേണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇത് സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നർ തപ്പി പോയതാണ്. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.